എടാ മുരളി, നീയും പെണ്ണും കൂടെ അവിടങ്ങളിലൊക്കെ സകല വീടുകളിലും വന്ന് നിശ്ചയം പറയാൻ വന്നിട്ട് എൻ്റെ വീട്ടിൽ മാത്രം എന്തടാ കയറാത്തത്? ഈ ഗിരിജ നിനക്ക് എന്തൊരു ദ്രോടാ ചെയ്തത്? അവിടെ പറയായിരുന്നു തന്നെ. പറയാ ഇരുന്നത്. എന്നെ വിളിക്കാതെ നിശ്ചയം നടത്താൻ ഇരുന്നിട്ട് ഇപ്പം എന്തരായടാ? മുടങ്ങിയ നിശ്ചയം. ഗുരുത്തം വേണോടാ എന്തൊരു ചെയ്യുമ്പോഴും. അവനെ പിടിച്ചില്ല. ഇപ്പോഴത്തെ പിള്ളേരടുത്ത് ഒന്നും പറയാൻ പറ്റൂല. എന്താടാ മുരളി? തല ഭയങ്കര പെരുപ്പേച്ചി. വീപ്പീരെ. ഓ എന്താണ് അവരെവിടെ എത്തിയെന്ന് ചോദിച്ചാണ്. രണ്ടെണ്ണ അവരിപ്പോ വിളിച്ചതോടണ കൊട്ടാരക്കര കഴിഞ്ഞെന്ന്. അവരുടെ അടുത്ത് പറ വെഞ്ഞാറമ്മൂട് കഴിഞ്ഞിട്ടേ ആലിയാട് വഴിയും കയറാൻ പറ. അല്ലെ പിന്നെ ടൗണിനകത്ത് നടന്ന് കറങ്ങേണ്ടി വരും. അയ്യോ, അവർക്ക് ആ വഴിയൊക്കെ അറിയാമായിരിക്കും എന്താണ്. ഇതിപ്പോ അറിയാൻ തന്നിരിക്കുന്നത്. നീ ഈ ലൊക്കേഷൻ അയച്ചോട്. ലൊക്കേഷൻ അത് അമിത്തിന്റെ ഇവിടെ അവൻ ചെയ്തു തരും. താണ്ട വല്യച്ഛൻ വിളിക്കണ മക്കളെ, ഈ നമ്പറിലോട്ടെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുത്താ. പന്തളത്തുനിന്ന് പറഞ്ഞോർക്കാണേ. പിന്നെ ഓണ നിശ്ചയമൊക്കെ ഇനി എന്ന് നടത്താന്ന്? അത് 41 അസ്ഥി ഒഴിക്കാ പിന്നെ ഉടനെ നടത്തിക്കൂടാ. 41 ഒരു വർഷം വരെ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷമേ അസ്ഥി ഒഴിക്കാവൂ. അതുവരെ കല്യാണവും നിശ്ചയവും പാടില്ല. അയ്യോ, ഒരു വർഷം വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റൂല. പറ്റില്ലെന്ന് പറഞ്ഞ എങ്കിൽ നീ ഒരു കാര്യം ചെയ്. 16-ന്റെ അന്ന് തന്നെ നിന്റെ മോളെ നിശ്ചയവും അവളെ അടിയന്തരം അങ്ങ് ഒത്തി അടുത്ത് കാർബയും കസേരയും കിടക്കല്ലേ, ചെലവും കുറയും. അല്ലേ? അല്ല അത് വിട്. എന്തായാലും അവര് വരട്ടെ. വല്യച്ഛ, ഇതിൽ നെറ്റില്ലേ? അയച്ചിട്ട് പോണില്ല. നമ്പറിനെ എടുത്തിട്ടുണ്ട്. എൻ്റെ നയിക്കാം. അങ്കിൾ, ഞാൻ ആ ബാൻഡ് ഇഷ്യൂ സോൾവ് ചെയ്തിട്ടുണ്ടേ. ഇനി എന്തെങ്കിലും അൺവാണ്ടഡ് നോയ്സൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ടെൽ മീ, ഓക്കെ? പിന്നെ ഞാൻ PSC ലിസ്റ്റിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഡൗട്ട് വേണ്ട. ഇത് നോക്കി പോയാൽ മതിയല്ലോ. ഡൗട്ട് അല്ലെങ്കിലും എനിക്കില്ല. ഞങ്ങൾ ഒരിക്കൽ പെണ്ണ് കാണാൻ അവിടെ പോയിട്ടുള്ളതാ. അന്ന് ഇത് നോക്കി തന്നെയല്ലേ പോയത്. ഭദ്രേ, നീ ആവശ്യമില്ലാതെ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ. ചേട്ടാ, ഒന്ന് എന്റെ ഫോണിലേക്ക് അയച്ചു തരാമോ? എനിക്കപ്പോൾ എളുപ്പമായിരുന്നു. എന്തോന്ന്? ആ ലൊക്കേഷൻ. ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. നീ അതനുസരിച്ച് ഓടിച്ചാ മതി. കേട്ടല്ലോ? ഓ കേട്ടു. നേരെ നോക്കി ഓടിക്ക്. ഓ ശരി. അളിയാ, നമ്മളെ പ്ലാനൊക്കെ ഓർക്കാന്നുണ്ടേട്ടാ. അവളെ അച്ഛൻ ഫ്ലാറ്റ്. പക്ഷേ 20 ബിയർ എടുക്കണ അളിയാ. കുറച്ച് കാശ് മറിക്കാനുണ്ടാ. പണി കഴിയുമ്പോൾ എന്തായാലും ശമ്പളം കിട്ടുമല്ലോ എന്ന്. അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കാം. ഏയ്, നീ കയറി പറ ദോല അങ്ങനെ വാരിക്കൊണ്ട് പോകണോ? അതാരാ കത്തിക്കേ? വാ ആ വേറെ എവിടെ വാരിക്കൊണ്ട് പോകണം? ഞാൻ ഇത് ഇവിടുത്തെ കുറവല്ല. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബറും തടി. എന്തായാലും ബംഗാളിൽ നിന്ന് കയറിയല്ലേ, ഇവിടെ കൊണ്ടിട്ടേ ഉള്ളൂ. അവനെ കൊണ്ട് കയറിപ്പിച്ച്. നീ ഇവിടുത്തെ പണി ചെയ്യണേ ആദ്യം. കാട്ടുകാര മൊത്തം പണിയും പിടിക്കാതെ. സാധനം തീർന്നിട്ടുണ്ടേ. ഇനി അടിക്കണമെങ്കിൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉദാരമായ സംഭാവനകൾ വേണ്ടി വരും. സദ്യ അണ്ണ ഒരു ഫുള്ളർ അണ്ണ. എന്റെ പൈസ ഒന്നുമില്ല അണ്ണ എച്ചിത്തരം കാണിക്കാൻ പൈസ ഇറക്കണ്ട അങ്ങോട്ട്. എന്റെ പൈസ ഇല്ലെന്ന്. അയ്യേ, ഇത്രയും നേരം നമ്മളൊന്ന് ഓസി അടിച്ചിട്ട് എന്റെ ഒരു സ്വഭാവം അണ്ണ ഇത്. അനി പോയൊരു ഫുള്ള് എടുത്തോണ്ടാ. ആര് ഈ വെള്ളം അടിക്കാത്ത പാവപ്പെട്ടവനാ? കൊള്ളാം, വെള്ളം അടിക്കൂലെന്നാ. അടിപൊളിയായിട്ട് വെള്ളം അടിക്കൂല്ലടാ അനി. യവ ഇന്ന് രാവിലെ ഒരു വെള്ളം അടിച്ചാലാണ് നമ്മളെല്ലാം കൂടെ ഇവിടെ ഒത്തു. കുപ്പിയുടെ അത്രയല്ലേ ഉള്ളൂ. ഞാൻ എടുത്തിട്ട് വണ്ടിയിലേക്ക് ഇതാ. അയ്യോ, ആ വെള്ളം കുടിക്കണ്ടേട്ടാ. വെള്ളം വേണമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കഞ്ഞോളം മറ്റോ എടുത്തോണ്ട് വരാം. പാവം ചെറുക്ക് എന്തൊരു കഷ്ടമല്ലേ. ആരിവിടെ കിടക്കണമെന്നല്ലേ ഞാൻ നോക്കണത്. മക്കൾ ഇവിടെ ഉണ്ടായിരുന്നാ? ഓ, നിനക്കെന്നെ മനസ്സിലായ? ഓ, ആരാണ്? അറിയാം. ആരെന്ന് പറ. അല്ല, അറിയാം. ആരെന്ന് പറ അറിയാങ്കി. അത് നീ ദുബായിൽ നിന്ന് എപ്പോ വന്നടാക്കളെ? ഞാൻ ദുബായിലൊന്നും അല്ല. നീ അപ്പൊ ഉണ്ണിയല്ലേ? അല്ല. അപ്പൊ പിന്നെ നീ ഏതടാ? ഞാൻ ആ സുവേര മോനാ? ഓ ഐ ശരി. അപ്പൊ ഉണ്ണിയാടാ? ഉണ്ണിച്ചേട്ടൻ വന്നില്ല. വരൂലേ അവൻ? വരൂലെന്നാണ് പറയണ. അണ്ണാ, ഞാൻ ഇപ്പോഴല്ലേ കാര്യങ്ങൾ അറിയണത്. ആ സുമേര രാജേന്ദ്രന്റെ മോനാണ് പോലും ഇവിടെ കർമ്മങ്ങൾ ചെയ്യണത്. എടി, മുരളിയുടെ മോന് വരാൻ പറ്റില്ലെന്നല്ലേ പറയണത്? എന്ന് പറഞ്ഞ ഒരു ആവശ്യം വരുമ്പോ വരണ്ടേ അണ്ണ? അണ്ണ ഇത് മുരളിയുടെ അടുത്ത് എന്ന് പറഞ്ഞാണ്.
ദുബായിൽ നിന്ന് ഒരു ദിവസം കൊണ്ടിങ്ങി വരാല്ലേ, അതുവരെ മോർച്ചറി വെച്ചാ മതി. ഞാൻ ഒന്നും പറയാൻ പോണില്ല. എന്തായാലും ആയിക്കൊണ്ട് പോട്ട്. സാവിത്രിയുടെ വിധി എന്നങ്ങ് വിചാരിച്ചാ മതി. ഏടി വലിച്ചല്ലേ, നീ ഇപ്പൊ വരണതേ ഉള്ള. ഞാൻ പിന്നെ ഇന്നലെ പറഞ്ഞായിരുന്നാ? ആരടി? അഖിൽ. എടുത്ത് സംസാരിക്കും. നിന്നോട് ഞാൻ എൻ്റെ അച്ഛനമ്മയെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ വിളിക്കാഞ്ഞേ? വിളിക്കണ എന്തിന്? അവർ ഇങ്ങോട്ടല്ലേ വരണ. എന്നാലും നിനക്കൊന്ന് വിളിച്ചൂടായോ? ഓ വിളിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ആറ്റിറ്റ്യൂഡിൽ നീ അവരോട് പെരുമാറാൻ നിൽക്കല്ലേ. ഓ അവരവിടെ വരുമ്പോൾ നല്ല ബഹുമാനത്തിലൊക്കെ നിന്നോണം. സല്യൂട്ടൊക്കെ ചെയ്യണോ? അഞ്ജലി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഈ കല്യാണം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ അമ്മൂമ്മ മരിച്ചതിൽ എൻ്റെ അമ്മയ്ക്കൊക്കെ കുറച്ച് രസക്കേടുണ്ട്. അമ്മക്കൊക്കെ എന്തരുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തരല്ല എന്തുണ്ട് അങ്ങനെ ചോദിക്കേ. ഓ കാര്യം പറ. എടി, നിന്റെ അമ്മൂമ്മ ഇപ്പം മരിച്ചതിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്ന്? അത് ശരി, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നേരത്തെ പറയാത്തന്തേ? ഇങ്ങനെ അമ്മ മരിക്കാതെ പിടിച്ച് നിന്നേല് കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് നല്ല അഹങ്കാരം ഉണ്ടെന്ന്. ഹലോ അഞ്ജലി, മര്യാദയ്ക്ക് നീ എൻ്റെ അച്ഛനമ്മയെ വിളിച്ചോണം. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ അച്ഛനമ്മയ്ക്കൊക്കെ വിളിക്കണുണ്ട്. ഹലോ ഹലോ ആരുണ്ട്? അണ്ണം വിട്ടു ചേച്ചി. അയ്യോ, നീ ആരടാ? ലീലര മോനാ? അതാണ് ആ ശശീരം മുറിച്ച മുറി. മക്കളെ, അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടടാക്കളെ? അമ്മ സെറ്റാണ്. വെള്ളം എന്തരടാ? പച്ച വെള്ളോ? അല്ല, നിങ്ങൾക്ക് സ്ക്വാഷ് ആക്കി തരാം. വെള്ളം വെള്ളം പച്ച വെള്ളം തന്നെ ഉള്ളു. വെള്ളം കുടിച്ചിട്ട് തന്നെ എന്തോ എന്റെ വല്യൊക്കെ വെച്ച് പോയത്. നീ എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ എന്നിവിടുന്ന് പോവില്ല. ഇഷ്ടമാണെന്ന് പറ. നിനക്ക് കുറച്ചെങ്കിലും ഒരു ബോധം ഇടാം. എൻ്റെ അമ്മാവൻ മരിച്ചടക്കുമ്പോൾ ഇങ്ങനെ വന്നെന്ന് പറയാം. എടി, നീ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ നിനക്ക് എൻ്റെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ബാച്ചിലൊരു ക്രഷ് ഉണ്ടായിരുന്നു. അത് പക്ഷെ നിന്റെ അടുത്തല്ല. പിന്നെ ആരടുത്ത്? ആരടുത്താവട്ടെ. പിന്നെ ആരടുത്തും? ശക്തിച്ചേട്ടൻ്റെ അടുത്ത്. നീ ഇതുകൂടെ കേട്ടോ, ആ ക്രഷ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ನಾನೇ ಪವರ್ ಹೈ ರೇಂಜ್ ಟವರ್ ಶಕ್ತಿದ ಹೀರೋ ಬಾಕಿ ಎಲ್ಲ ಚವರ್ ನಾನೇ ಪವರ್ ಹೈ ರೇಂಜ್ ಟವರ್ ಶಕ್ತಿದ ಹೀರೋ. രണ്ട് വറ്റി വിട്ടിട്ടുണ്ടേ. വീടോടെ അപ്പുറത്തെ തന്നെ. என்ன டூடு ரொம்ப சூடு சொன்னா கேளு வய மூடு சோடா ஊத்தி பெக்கே போடு தொலைக்கு புடிச்ச மச்சா மூடு. என்ன டூடு ரொம்ப சூடு சொன்னா கேளு வய மூடு സോഡാ ഊത്തി പെക്കേ പോട്. നമ്പർ തരുമോ? നമ്പർ തരുമോ? 98 56 69 26. ನಾನೇ ಪವರ್ ಹೈ ರೇಂಜ್ ಟವರ್ ಶಕ್ತಿದ ಹೀರೋ ಬಾಕಿ ಎಲ್ಲ ಚವರ್. ಅಕ್ಕ ಲವರ್ ಸೆಟ್ ಆಯ ಕಲರ್ ಏಜ್ ಮ್ಯಾಟರ್ ಇಲ್ಲ ಆಂಟಿಕ್ ದ ಫ್ಲವರ್. ನಾನೇ ಪವರ್ ಹೈ ರೇಂಜ್ ಟವರ್ ಶಕ್ತಿದ ಹೀರೋ ಬಾಕಿ ಎಲ್ಲ ಚವರ್. ಅಕ್ಕ ಲವರ್ ಸೆಟ್ ಆಯ ಕಲರ್ ಏಜ್ ಮ್ಯಾಟರ್ ಇಲ್ಲ ಆಂಟಿಕ್ ದ ಫ್ಲವರ್. ഡേ, നമുക്കിവിടെ നിൽക്കണ്ട, വാ പോ. അഞ്ജലി കൊള്ളൂല്ലളിയാ. അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക. തന്തയേക്കാ മോശം. അവള് വേറെ കെട്ടിപ്പോട്ട്. വാ, നമുക്ക് പോവാം. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, നീ പോണെങ്കിൽ പോ. അഴുക്ക് ഏരിയാണ് ഇവിടെ. ഇവിടെ എല്ലാ എണ്ണവും ഭ്രാന്തന്മാരാണ്. നമുക്കിവിടെ ശരിയാവില്ലപ്പാ. മോനെ, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. എന്നുവെച്ചാ
ഡേയ് നീ ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടാ. ശക്തി നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതിന് ഞാൻ ഇപ്പൊ പൊയ്ക്കോ നീ. പോവേ. ഓ എടാ നിനക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ച് വെക്കൂല എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിന്നെ തുറന്നങ്ങ് വിട്ടേക്കുവാ. നീ അങ്ങ് മേടിച്ചു നീ പോ. എനിക്കിവിടെ വേറെ പരിപാടികളുണ്ട്. എന്തോന്ന്? തന്ന കഞ്ഞിവെള്ളം ഫ്രഷ്, നീ എനിക്കൊരു ക്രഷ്, തരുമോ എനിക്കൊരു കിഷ്. നീ ആരെടുത്ത്? പിന്നെ നിന്റെ അണ്ണനെ പറ്റി നീ എന്തോ വിചാരിച്ച്? ശക്തി മൈ ഫ്രണ്ട്. നീ എന്നോട് ഇങ്ങനെ ചെയ്യല്ലായിരുന്നു. ഈ പെട്ട പാടിനൊക്കെ എനിക്കൊരു ഗുണം വേണ്ടടാ. സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ട നീ വയ്യടാ എനക്ക്. അയ്യാതെന്തിനാണ് സർ? അയ്യേ എനിക്കൊരക്കമള ഞാൻ എവനെന്ത് അണ്ണ എടുത്ത സാധനവും തീർന്നു. അടുത്ത എടുക്കാൻ പോയവനെയും കാണാതിരിക്കണ ഈ സമയത്ത് ഈ ഒരു ലിറ്റർ കൊണ്ടുവന്ന് നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊരു മാലാകയാണ്. താടി വെച്ച മാലാക അല്ലടാ റിഞ്ചു. ഇവിടെ ഇരുന്ന പെഗ് എവിടാ? ആറാ നീ എന്തിനാ എടുത്തടിച്ച? സഹിക്കാൻ പറ്റണില്ല അണ്ണ, അതുകൊണ്ടാ. ക്ഷമി. നമുക്ക് സഹിക്കാൻ പറ്റല്ല. ഒഴിച്ചു വെച്ച പെഗ് എടുത്ത് അടിച്ചോണ്ട് പോണ. അതെന്തോരുമല്ലോ എന്നാ എനിക്കിന്ന് അടിച്ച് മരിക്കണം. വെളിയിലാ വേല ചെയ്തുകൊണ്ടിരുന്ന ചെറുക്കനെ അവന് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടുകൊടുത്തപ്പോ അവന്റെ ട്യൂൺ ചെയ്യണടി. അതിന് എന്തിനു കണ്ടോണ്ട് ചേച്ചി ട്യൂൺ ചെയ്യണത്? അന്തടി എന്നെ കണ്ടത് ട്യൂൺ ചെയ്യാൻ തോന്നൂലേ? തോന്നും ചേച്ചി. എന്നിട്ട് എന്തരായി? അവനെന്റെ നമ്പർ വേണോന്ന്. എന്നിട്ട് കൊടുത്താ? ഞാൻ കൊടുക്കും. മംഗലൂർ സ്റ്റേഷനിലെ എസ്ഐയുടെ നമ്പർ എന്റെ ഉണ്ടായിരുന്നു. ഞാൻ അതങ്ങ് കൊടുത്ത് അവ ഇരുന്ന് വിളിക്കട്ട്. അതേത് ചെറുക്കനടി? ആ വെളിയിൽ വിറവ് കീറിക്കൊണ്ടിരിക്കണ മഞ്ഞ പഞ്ഞിട്ട തടിച്ച ചെറുക്കനെ അവൻ. അയ്യോ എന്താ പറ്റി? വെള്ളം മണ്ടേ കയറിയാ? ഇത്രയും ഹാർട്ട് അയച്ചിട്ട് എനിക്കൊരു തിരിച്ചൊരു റിപ്ലൈ തരാത്തത് ശശി കേട്ടാ. ശിക്ഷ കിട്ടിയ ഇനി ചേച്ചി എന്നെ ശിക്ഷിക്ക്. പ്ലീസ്. നിനക്ക് പൂത്തളിഞ്ഞ് നിൽക്കുവാണല്ലോ സാറേ. അവൻ്റെ അടുത്തേ അവൻ്റെ ഫോട്ടോ ഒന്ന് മെസ്സേജ് ചെയ്യാൻ പറ. ഇനി മേല ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി കൊണ്ട് പുറത്തോട്ടിറങ്ങരുത്, മനസ്സിലായോ? പോ. ആരോടും പറയണ്ട. എൻ്റെ ഹെൽമെറ്റ് എവിടെ? ഞാനൊരു പരാതി പറയാൻ സ്റ്റേഷനിലോട്ട് വരായിരുന്നു സാറേ. ഹെൽമെറ്റ് ഇല്ലാതെ കൊലപാതകമാണ് സാറേ. എവിടാ? ആയിക്കുട്ടി കോണത്ത് സാവിത്രി അമ്മച്ചി വകയിലെൻ്റെ അപ്പച്ചിയായിട്ട് വരും. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം വേണം സാറേ. എന്നിട്ട് അവര് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കത്തിക്കും. നല്ല പയറ് പോലെ ചാടിയിരുന്ന അമ്മച്ചിയായിരുന്നു. എന്നോട് ഭയങ്കര കാര്യമാണ് സാറേ. എന്നിട്ട് അവന്മാർ ഇപ്പൊ പറഞ്ഞത് ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചതെന്ന്. അതാകുമ്പോ പോസ്റ്റ്മോർട്ടം വേണ്ടല്ലേ. അപ്പൊ ഇത് ആശുപത്രിക്കാർക്കും കാശ് കൊടുത്താണ് സാറേ. നീ രാവിലെ എത്ര മണിക്ക് അവിടെ ചെന്നേ? സാറേ ഞാനൊരു 9-9 കാണും. നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ചെറുതായിട്ട് സാറേ. ഇവനും അടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു സാറേ, ഇവര് പ്രാന്താണ്. ആ മുരളിയൊക്കെ മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരാണ്. ഇവന്റെ വഴിയിൽ അരിവായിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കയറി അലമ്പുണ്ടാക്കി അടിയും മാച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇവൻ. അതിന്റെ ചുരുക്കാണ് സാറേ അവന്. സാറേ എന്റെ വണ്ടി. ഓ സാറേ തൊലവന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. സ്വീറ്റ് ടോയ്സ്. പോലീസാ? ഓ നീ എത്രയും പെട്ടെന്ന് രക്ഷോട്ടോ. എന്നെ പിടിച്ച ഞാൻ നിന്റെ പേരോടെ പറയും. എന്തോന്നടാ? അവിടെ ഇപ്പൊ പോലീസ് വരും. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടു. വെള്ളം അടിച്ചിട്ടാണ് അവർ ചത്തെങ്കിൽ അമ്മച്ചാണ് ഞാൻ നിന്റെ പേരോടെ പറയും. പെട്ടെന്ന് പ്രഷർ വാഷർ എടുത്ത് മാറ്റ്. അത് തൊണ്ടിയാണ്. നീ എന്തോന്നടാ ഈ പറയണത്? ഞാൻ പോവേണ്. നീ വേണേ രക്ഷോട്ടോ. ഹലോ ഹലോ. ചേച്ചി ഇങ്ങോട്ട് വരുന്നു, അതാ ഞാൻ അങ്ങോട്ട് വരട്ട. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അവള് പോയണ്ണ, അവള് പോയി. അവളെ ആ കാറും കൊണ്ടുപോയി. ഞാനിനി എത്തിനാ ജീവിച്ചിരിക്കണേ. ആരടാ? 10-78 വയസ്സായ അമ്മച്ചെല്ലി മരിച്ചു പോയത്. അനി അവ എങ്ങനെ കരയണ എന്തിന്?
അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ശക്തി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശക്തി എന്നാ സാവിത്രി എന്നാണ് അമ്മച്ചിയുടെ പേര്. എടാ നിങ്ങൾക്കപ്പോ കാര്യം പറയാൻ മനസ്സിലായില്ലേ? ഇവിടത്തെ മരിച്ചുപോയ അമ്മച്ചീര ഏതാ കമ്പനിക്കാരെ അപ്പൂപ്പൻ്റെ ആത്മാവ് ഈ ചെറുക്കൻ്റെ ശരീരത്തേറിയിരിക്കുകയാണ്. എനിക്ക് ആ മുറ്റത്ത് നിന്ന് അവളത്ത് രണ്ട് സംസാരിക്കണം. സംസാരിക്കാം. നീ തൽക്കാലം ഇതടി. എനിക്കും കൂടെ. അതിന് നീ ആര്? അല്ല, നേരത്തെ പറഞ്ഞ മാലാക. മാലാക മാങ്ങ കഴിച്ചു പടാ. ചേട്ടാ കണ്ടിട്ട് ഈ റോഡാണെന്ന് തോന്നുന്നില്ല. ഇതിൽ ഇതല്ലേ കാണിക്കുന്നത്? ആ പാലം കഴിഞ്ഞിട്ടെങ്ങാണ്ടല്ലായിരുന്നു. നീ ഉണ്ടായിരിക്കും. നീ തിരികെ തിരികെ. ഈ വഴി ആയിരിക്കത്തില്ല സാറേ. പിന്നെ നിനക്കല്ലേ വലിയ നിശ്ചയം? അന്ന് പോയപ്പോ ഇങ്ങനെയൊന്നും ഓ, ഇല്ലായിരുന്നല്ലോ. നമ്മുടെ നാടല്ലേ, എന്നും റോഡ് ഒരുപോലെ നടക്കൂ. അടി തട്ടി ചേട്ടാ എന്റെ വണ്ടിയിൽ അടി തട്ടി. നീ മര്യാദയ്ക്ക് ഓടിക്കാത്തോണ്ടല്ലേ? ഇത് എന്റെ കുഴപ്പമാണോ? ഇതിലിപ്പോഴും മുന്നോട്ട് പോകാൻ തന്നെയല്ലേ കാണിക്കുന്നത്? എന്നാ പിന്നെ ഇറങ്ങി നീന്തി രണ്ടുപേരും കൂടെ. അതെ, ആറ്റിക്കുട്ടി വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല. അയ്യോ, നിങ്ങളിപ്പോൾ ഏതാ ലിഫ്റ്റ് തിരിഞ്ഞത്? ശേ, ആ പാലം കഴിച്ചിട്ടുള്ള ലിഫ്റ്റല്ലേ തിരിയാനുള്ളത്? ആ കൊഞ്ഞ. അപ്പൊ അക്കരെ സോമേന്റെ തെങ്ങുമണിയോ നിൽക്കുകയാണ്. അതിന് താഴെ ആറ്റി പോയാന്തോ വെറുതെ ആളുകളെ മൊത്തം നിർത്തി ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഡേയ്, മരണമാകുമ്പോ സ്വപ്പം ബുദ്ധിമുട്ടേണ്ടി വരും. ഓ, ഇന്ന് 4:30 മുതലേ ഉള്ളൂ രാഹുകാലം. നീ കൂടുതൽ പഠിപ്പിക്കണ്ട. അവരവിടെ നിങ്ങൾ വന്നിട്ടേ ബോഡി എടുക്കും തീരുമാനിക്കേണ്ട കാര്യം എന്തിനായിരുന്നു? അണ്ണാ, കരയൊക്കെ എല്ലായിടത്തും ഉള്ള തന്നെ. ഇവിടെ മാത്രം എങ്ങൂല്ലാത്ത കുറെ നീ പറയാനായിട്ട് സാവിത്രിയുടെ കർമ്മം ചെയ്യാൻ നമ്മളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണമെന്ന് കരയോക്കാർ പറഞ്ഞിരുന്നെങ്കിലാ എങ്കിൽ മുരളിയുടെ മോൻ ദുബായിൽ നിന്ന് വന്ന ശേഷം അല്ലേ നടക്കൂ. അങ്ങനെ പറയാമ. ഇപ്പം ഞങ്ങളുടെ അവതാരത്തിലാണ് ഇന്ന് ഇതിവിടെ നടക്കുന്നത് പോലും. നിങ്ങൾ എന്തിനു പറഞ്ഞ? നിങ്ങളിപ്പോ എന്തിനു പറഞ്ഞ? എന്തിനു പറഞ്ഞേന്ന് അണ്ണ അയാൾ പറഞ്ഞേട്ടാ. അങ്ങേരെ ഔദാര്യത്തിലാണ് എന്റെ കൂടെ കർമ്മം ചെയ്യണത്. അങ്ങനെ ഒരുത്തന്റെ ഔദാര്യത്തിന് എന്റെ കൂടെ കർമ്മം ചെയ്യില്ല. അമിത്തെ ഇറങ്ങി വേണം. പന്തളത്തിന് അവർക്ക് ഇപ്പൊ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ? മുരളി, ഇവന്റെ മോൻ കർമ്മം ചെയ്യലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെടുത്ത് പറഞ്ഞ ഞാൻ കേട്ടല്ല. നീ എന്തിനാ കിടന്ന്? നിങ്ങൾ ഔദാര്യത്തിലാണ് എന്റെ കൂടെ കർമ്മം ചെയ്യണേന്ന്. ആ പറഞ്ഞു. ഔദാര്യം തന്നെ. നിനക്കൊല്ലം ചെയ്യാനുണ്ടോ? ആ ചെയ്യാറുണ്ട്. എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. നിന്റെ സ്വഭാവം ഞാൻ തന്നെ അറിയണം. മുരളി, ഞാൻ പോണു. നിങ്ങൾ അടക്കേ പറക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇല്ല. നോക്കണമല്ലോ. പിന്നെ കരയാൻ പ്രശ്നം കിടന്നാണ് അവന്റെ കളി. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നത്. ഇനി അവൻ കർമ്മം ചെയ്യണില്ല. ഇനിയിപ്പൊ കറക്റ്റ് ആയിട്ടുള്ളവരൊക്കെ ചെയ്താൽ മതി. അങ്ങേരെ ഔദാര്യാണ് പോലും. നീ ഇവിടെ എടാ, ഞാൻ പറയണ കേള്. ഇവിടെ കർമ്മം ചെയ്യാൻ നീയേ ഉള്ളൂടാ. ഇല്ലാണ് പറയണത്. മക്കളെ, ചത്തുപോയ സുധാരണ വേണം പറയാൻ. ഇവനൊക്കെ വീട്ടിൽ കയറ്റി വലുതാക്കിട്ടല്ലേ. കിളവൻ ഞാൻ പ്രായം നോക്കില്ല. അടിച്ച് മൂക്കാൻ പണ്ട് തിരിച്ചളയും കേട്ടോ. അവനെ വെളിയിടാ. ഇനി ആരെയും തിരിച്ചു വിളിക്കണ്ട. നമ്മുടെ കൂട്ടത്തിലുള്ളവൻ കത്തിച്ചാ മതി. ഇതെന്റെ തീരുമാനമാണ്. ചേട്ടാ ലൊക്കേഷൻ മാറുന്നു. എനിക്ക് തോന്നുന്നു അവരയച്ചെന്ന് ലൈവ് ലൊക്കേഷൻ ആണെന്നാണ്. നീ എന്താ അവരയച്ചെന്ന് വെച്ചാൽ ഇതിൽ നോക്കി പോയാ പോരെ. കൺഫ്യൂഷൻ എന്തിനാ? ചേട്ടാ ഇത്ര നേരം അങ്ങോട്ട് കാണിച്ചോണ്ടിരുന്ന ഇതിപ്പോ ഇങ്ങോട്ടാ കാണിക്കുന്നേ. ഇതിൽ എന്താ കാണിക്കുന്നത് അതനുസരിച്ച് അങ്ങ് പോ. ഞാൻ അവളെയും കാട്ടി 2 വയസ്സിന് മൂത്തതായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കത്തിച്ചേനെ. നിന്റെ മോനെ വിളിച്ചു വരുത്തടേ. അവൻ കത്തിക്കെട്ട്. അല്ലാണ്ട് അവൻ ഇനി ദുബായിന്ന് ലീവൊക്കെ കിട്ടി വന്ന് പന്തളത്തുള്ളവർക്ക് ഇപ്പൊ എത്തുണ്ണ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതിപ്പോ കത്തിക്ക് ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ? അക്കരത്തെ പപ്പൂട്ടി വിളിച്ചാലോ നമുക്ക്? ശരിയാണ്. അവന്റെ അപ്പച്ചില്ലേ, അവന് കർമ്മം ചെയ്യാല്ലോ. ഈ മുറ്റം വരെ വന്നിട്ട് ഒന്നകത്ത് കയറി അവരെ കാണാതെ പോയവനാണ് അവൻ. എന്നാലും ഒന്ന് വിളിച്ചു നോക്കണ്ട. ഇപ്പൊ എന്റെ ആവശ്യം വന്നാ അവരെ കത്തിക്കണൊക്കെ ഞാൻ കത്തിക്കാം. പക്ഷെ എനിക്ക് അതിനൊരു 10,000 രൂപ തരണം. പറ്റുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ട്യൂബ് കെട്ട് അവന് കൊടുക്കായി. എന്നിട്ട് അവന് കൊടുക്കാത്തത്? അവൻ നിന്റെ കുടുംബത്തിലുള്ളതല്ലേ? എന്തരത്? വാർഡ് മെമ്പർ ഉണ്ടാക്കി തന്നായിരിക്കും അല്ലേ? നിന്റെ മോൻ വരാതെ ഒന്നും നടക്കില്ല. അവനെ വിളിച്ചോര് എപ്പോ വരുമെന്ന്. അതുവരെ മോർച്ചറി വയ്ക്കാം അല്ലേ? ആ ലീലേരെ മോൻ ചെറുക്കം ഉണ്ടായിരുന്നല്ലേ ഇവിടെ? അവന് കത്തിക്കാലോ മുറ വെച്ച് നോക്കുമ്പം. ഏത് ലീല? ആ മദ്രാസുകാരി ലീലേ, ശശീര പെണ്ണ്. അതിന് ആ ചെറുക്കൻ ആസ്ട്രേലിയയിലാകണ്ടല്ലേ? ഇല്ല ഇല്ല, ഇവിടെ എവിടെ അവൻ വെള്ളം കൊണ്ട് നടക്കണ ഞാൻ കണ്ടായിരുന്നല്ല. എവിടാ?
ഇവിടെ എവിടെ ദാണ്ട നിക്കണടി. ഇനിയിപ്പോ ലീലേര മോനെങ്കിൽ ലീലേര മോൻ. അവന്റെ ഷർട്ടൊക്കെ ഊരി പട്ടുടുപ്പിര്. ഡേയ്, ഒരു തൊട്ടി വെള്ളം കോരി അവന്റെ തലയിൽ കൂടെ ഒഴി. അപ്പൊ പിന്നെ ബോഡി ഇറക്കി പൂവും നീരും കൊടുക്കാൻ നോക്ക്. അപ്പോഴത്തേക്കും 12 കാര്യം എത്തും. ഒറ്റയില്ല മക്കളെ. ലീലേര മോൻ എന്തൊരു കുറവ്. അവൻ നമ്മളെ രക്തവും തന്നെ കത്തിക്കാൻ മുറയും തന്നെ. പിന്നെ ഇവ അത് സുഹൈൽ മുഹമ്മദ്. എന്തോന്ന് മക്കള് ഇവനല്ലേ മറ്റേ എല്ലാമായി. എന്തൊരു മക്കളെ ഇത്? അച്ഛൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ മിണ്ടരുത്. മറലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നില്ലേ? അച്ഛാ ഞാൻ പറയണ കേള്. നീ വാറക്കല്ല്. അണ്ണാ കൊച്ചിന് പറയണ കേള്. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ അവളെ പിറകെ നടക്കണം. എടി ഒരു വട്ടങ്ങൾ എത്തി നിനക്ക് എന്നെ ഇഷ്ടം പറഞ്ഞാൽ എന്ത് ഇത്രയും മനസാക്ഷിയിലത്ര. അണ്ണാ നിങ്ങൾ എന്തിനാണ് വല്ലവന്റെ വാക്ക് കേട്ടി കൊച്ചിന്റെ മണ്ടയ്ക്ക് കയറണ? വല്ലവനും അല്ല ഞാൻ. എവളെ കല്യാണക്കാരിയെ എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. അല്ലണ്ണ അവൻ പറഞ്ഞത് കേട്ടില്ല അണ്ണ. തീർന്നില്ലെങ്കിൽ എനിക്ക് ഇനി ഇവളെ കുറിച്ച് 2 പറയാനുണ്ട്. വീട്ടിൽ കയറി വന്നാലും ഉണ്ടാക്കണം. അപ്പോഴേ ആ പന്തളത്തെ കല്യാണക്കാരി അങ്ങ് മറന്നേരെ കേട്ടാ. അച്ഛാ ആ കല്യാണം എനിക്ക് അല്ലെങ്കിലും വേണ്ട. ഓ, ഇവനെ കെട്ടാനായിരിക്കും. അവനെ നിങ്ങളെ മൂക്ക് കെട്ടിച്ചോടും. എന്താടി പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. മക്കളെ കയറി പോയാണ്.